നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 9 മാസം നീണ്ട അന്താരാഷ്ട്ര തലത്തിലെ ഓപ്പറേഷനിലൂടെ മനുഷ്യക്കടത്ത് മാഫിയ സംഘത്തലവിനെ പിടികൂടാൻ സഹായിച്ച UAE പോലീസ്. ഇന്റർപോളിന്റെ ക്രിമിനൽ പട്ടികയിലെ പ്രധാന 2 പ്രതികളെയാണ് UAE പോലീസ് പിടികൂടാൻ സഹായിച്ചത്. ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ഷൈഖ് സൈഫ് ബിൻ സായിദ് അൽ നഹ്യാനാണ് ഇക്കാര്യം ട്വിറ്റർ വഴി അറിയിച്ചത്. UAE അടക്കം വിവിധ രാജ്യങ്ങൾ കൊടും കുറ്റവാളികളായി പ്രഖ്യാപിച്ച എറിത്രിയൻ പൗരന്മാരായ സഹോദരങ്ങളാണ് പിടിയിലായത്. ഇവരിൽ കിദാനെ സക്കരിയ എന്നയാൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടയാളാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്ക് വിവിധ രാജ്യങ്ങൾ വഴി മനുഷ്യക്കടത്ത് നടത്തുന്ന ഇയാൾ നിരവധി പേരുടെ ജീവൻ അപകടത്തിലാക്കിയിട്ടുണ്ട്. ഇയാളുടെ സഹോദരൻ ഹെനോക്ക് സക്കരിയ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയതിനെ പിന്തുടർന്ന് UAE നടത്തിയ അന്വേഷണമാണ് ഇരുവരുടെയും അറസ്റ്റിലേക്ക് ഇപ്പോൾ നയിച്ചത്. സുഡാനിൽ നടന്ന പ്രത്യേക ഓപ്പറേഷനിലാണ് കിദാനെ പിടിയിലാകുന്നത്. 2014 മുതൽ നൂറുകണക്കിന് പേരെ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ ഇയാൾ പ്രതിയാണെന്ന് ഷൈഖ് സൈഫ് ബിൻ സായിദ് ട്വിറ്ററിൽ പറഞ്ഞു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്ന പ്രധാന വഴിയാണ് ഇതിലൂടെ അടഞ്ഞതെന്നും നിരവധി പേരെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇത് ഉപകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം വാരാപ്പുഴ ഒളനാട്ടിലെ തമിഴ് കുടുംബത്തിന്റെ തിരോധാനത്തിന് മുനമ്പം മനുഷ്യക്കടത്തുമായി ബന്ധമുണ്ടെന്നും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട് തിരുവള്ളൂർ സ്വദേശി ചന്ദ്രനും ഭാര്യയും മക്കളുമടക്കം 7 പേർ മുനമ്പത്ത് ബോട്ടിൽ പോയിരുന്നതായി ബന്ധുക്കളിൽ നിന്ന് വാരാപ്പുഴ പോലീസിന് വിവരം ലഭിച്ചു. കൊച്ചിയിൽ വസ്ത്രവ്യാപാര കച്ചവടം നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശി ചന്ദ്രനാണ് 2018 ആലങ്ങാട്ട് പഞ്ചായത്തിലെ ഒളനാട് ഭാഗത്ത് 7 സെന്റ് സ്ഥലം വാങ്ങിയത്. തുടർന്ന് വീടുപണി ആരംഭിച്ചെങ്കിലും ഓഗസ്റ്റിൽ പ്രളയമുണ്ടായതോടെ നിലച്ചു. നാട്ടിൽ പോയി ദിവസങ്ങൾക്കുള്ളിൽ മടങ്ങിവരാമെന്ന് പറഞ്ഞുപോയ ചന്ദ്രനും കുടുംബത്തെയും കുറിച്ച് പിന്നീട് വിവരമൊന്നുമില്ല. വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചന്ദ്രന്റെ കയ്യിൽ നിന്ന് പണം ലഭിക്കാനുണ്ടെന്ന് കാണിച്ചുള്ള ഒരു പരാതി മാത്രമാണ് പോലീസിൽ ലഭിച്ചിരിക്കുന്നത്. പോലീസിന്റെ നേതൃത്വത്തിൽ ഒളനാട്ടിലെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും കാറും ആരോരുമില്ലാതെ കാട് കയറി കിടക്കുകയാണ്. വസ്തു വാങ്ങിയ സമയത്ത് നൽകിയ തിരിച്ചറിയൽ രേഖയിലെ വിലാസത്തിൽ തമിഴ്നാട് തിരുവള്ളൂർ തിരുവാർക്കോട് എന്നാണ്. തമിഴ്നാട്ടിലെ വിലാസത്തിൽ അന്വേഷിച്ചെന്ന് കാണാതായ ചന്ദ്രന്റെ ഭാര്യയുടെ അനിയത്തിയെ ചോദ്യം ചെയ്തപ്പോഴാണ് മുനമ്പം മനുഷ്യക്കടത്തുമായി ബന്ധമുണ്ടെന്ന് വിവരം ലഭിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ.